ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോളിഫ്ലവർ വെച്ച് ഒരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതൊന്ന് അടർത്തിയെടുത്ത് ക്ലീനാക്കി നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇതാ അരിഞ്ഞ ചൂടുവെള്ളത്തിലിട്ട് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മസാല ഒക്കെ തിരുമ്മി എടുക്കാം. മൈദ ഒരു 2 സ്പൂൺ മൈദയും കൂടി ഇടുന്നുണ്ടേ. ഓക്കെ, വരാനൊരു പാട്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ മിക്സ് ചെയ്യട്ടെ. ഈ ഒരു മുട്ടയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യും. മിസ്സല്ല. ഒരല്പം വെള്ളം കൂടെ ചേർക്കാൻ വേണം. തിക്കായിട്ടിരിക്കണം, എന്നാലേ പിടിക്കുള്ളൂ. ഈ കോൺഫ്ലവർ ചേർക്കുമ്പോൾ അത് ലൂസായി വരും. ഇതിന് ഉപ്പുണ്ടോ നോക്കി, ടേസ്റ്റ് ഉണ്ടോ നോക്കി. ഉപ്പുമുണ്ട്, ടേസ്റ്റും ഉണ്ട്. സൂപ്പറാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ, അടിപൊളിയാണ്. ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് ഒരു ദിവസം ഉണ്ടാക്കിയായിരുന്നു. ഇത് 2ാം പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇതും കൂടെ ഇട്ടു ഇളക്കി ഒരു അരമണിക്കൂർ വെക്കണമെന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കാസർഗോഡുകാർ ആക്കുന്നെന്നാ പറയുന്നത്. നമ്മൾ മഞ്ഞൾ പൊടി ഇട്ടു. നമ്മൾ കുറച്ചേ ആക്കുന്നുള്ളൂ കേട്ടോ. അതാണ് കുറച്ചേ ഇപ്പം മസാല തിരുമുന്നുള്ളൂ. ബാക്കി പിന്നെ മസാല തിരുമും. മുളക് പൊടി ഇട്ടു. ഒരു സ്പൂൺ മുളക് പൊടി. ഇച്ചിരി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഒരിച്ചിരി ജീരക പൗഡർ. ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയത്. ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി ഇനി പേസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് കോളിഫ്ലവർ ഇടും. ഇതിനകത്തേക്ക് കോളിഫ്ലവർ ഇടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അപ്പം നമ്മൾ എണ്ണയൊക്കെ തീയെ വെച്ചിട്ടുണ്ട്. ചൂടായെന്ന് തോന്നുന്നു. നമുക്ക് നോക്കട്ടെ. ഓക്കെ, പിടിച്ച് നല്ല സാധനം അവിടെ തിന്നാൻ നല്ല രസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം. ഇതിന് ഇവിടെ ഇരുന്ന് മൂത്തിട്ടാകുമ്പോൾ കാണിക്കാം കോരിയിട്ട്. നമ്മളെ ഗോബി മഞ്ചൂരിയൊക്കെ ഒരു പ്രാവശ്യം കോരി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തിന്നാൻ അടിപൊളിയാണ്. അവിടെ കുക്കർ അടിക്കുന്നു. ഒരു പ്രാവശ്യം കോരി, ഇനിയും കൊണ്ട് കോരാൻ എണ്ണ കിടക്കുവാണ്. ഇതിനുള്ള ബാക്കി സാധനമാണ് ഒരു 2 ചുമന്ന സവോള അരിഞ്ഞത്. ഇതേപോലെ പൊടിയായിട്ട് അരിയണം. പച്ചമുളക് ഒരു 5 എണ്ണം. പിന്നെ ഈ സാധനം ഉള്ളിയുടെ തണ്ട്. അത് ഇതുപോലെ ഒരു 3-4 ഉള്ളിയുടെ തണ്ടാണ്. അത് ഇതുപോലെ അരിഞ്ഞെടുക്കണം. നമ്മൾ ലേശം എണ്ണ ഒഴിച്ചു ചട്ടിയിൽ. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ വഴട്ടുവാണ്. ഒരു സവോള അരിഞ്ഞതും പിന്നെ നമ്മൊരു 3 പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം.
വെള്ളം തിളച്ചിട്ടുണ്ട്. അതിനകത്ത് ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട്, ലേശം എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കട്ട പിടിക്കാതിരിക്കാനാണ്. ഇനി അരിയും കൂടി ഇടുക. 2 കപ്പ് അരി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അരി ഒന്ന് വെന്തോട്ടെ. ചട്ടി ചൂടായി. അതിനകത്തേക്ക് നമ്മൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. അപ്പോൾ നെയ്യ് ഒഴിച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി ഇതിൻ്റെ അകത്തേക്ക് ലേശം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുവാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അരി ഇവിടെ ഇതാ വേവുന്നുണ്ട്. അരി തിളച്ചു. അരി ഇപ്പം നോക്കാം. ബസ്മതി അരിയാണ്. ബസ്മതി അരിയാണേ. ഇനി ഇതിനകത്തേക്ക് ഉള്ളി അരിഞ്ഞത്, സബോള, ലേശം പച്ചമുളക് ഇട്ട് കൊടുത്തു. നന്നായി വരട്ടെ. കൊണ്ടായി വരട്ടെ. നമ്മുടെ അരിയുണ്ട്. ഓക്കെ, ഒന്നും തിളയ്ക്കണം. ഇതൊന്ന് സോൾട്ടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾ എടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ക്യാരറ്റ്, ബീൻസ്, മട്ടർ, പിന്നെ കോളിഫ്ലവർ ഇത്ര എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് ഇതിനകത്തേക്ക് ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കട്ടെ. കുറച്ച് എടുത്തിട്ടുള്ളേ. എല്ലാം നമ്മൾ 1 കിലോ അരി ഉണ്ടല്ലോ. ഇല്ല, 2 ഗ്ലാസ്. 2 ഗ്ലാസ് അരിക്കുള്ള സാധനങ്ങളാണ് ഈ എടുത്തേക്കുന്നത്. അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ്. പിന്നെയും പറയുവാണ്. എന്തൊക്കെ സാധനങ്ങളൊന്നും കണ്ടില്ലേ? ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് മസാല ചേർക്കാം. മസാല ഇട്ടും ഉണ്ടാക്കാം, മസാല ഇടാതെ ഉണ്ടാക്കാം. നമ്മൾ മസാല ഇടാതെ ഉണ്ടാക്കുന്നത് അല്ലേ? മസാല ഇടാതെ ഉണ്ടാക്കാം. ഒരുമാതിരി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുവാണ്. മൂടി വെച്ച് വേവിച്ചെടുക്കണേ. നമ്മൾ ഇപ്പോൾ തുറന്നതാ. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ചോറ് കഴിച്ചപ്പോൾ അതിനകത്ത് മസാല ഒന്നും ഇട്ടിട്ടില്ലായിരുന്നേ. അപ്പോൾ ജസ്റ്റ് ഒരിച്ചിരി ഗരം മസാല. നമ്മളുടെ റൂമിൻ്റെ തൊട്ടടുത്താണ് പള്ളിയുള്ളത്. അവിടെ പള്ളിയിൽ ബാങ്ക് വിളിക്കുക. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ലേശം പെരിഞ്ജീരകത്തിൻ്റെ പൊടി. നമ്മൾ ഇതൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്താൽ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടുന്നില്ല. ഇത് ഏകദേശം ആയിട്ടുണ്ട്, റെഡിയായി. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വേണം. നമ്മളതൊന്നും ഇടുന്നില്ല, അതൊന്നും ഇല്ല. വേണ്ടവർക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടാം. ഇത് നമ്മൾ വെന്ത് ഊറ്റി വെച്ച ചോറാണ്, ബസുമതി അരി. അതിൻ്റെ കൂടെ നമ്മൾ വഴറ്റി വെച്ച വെജിറ്റബിൾ എല്ലാം ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. തവിയും കൂടെ എടുത്താൽ
ചിലപ്പോൾ പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോകുന്നു. അപ്പോൾ ഇങ്ങനെ വേണം ഇളക്കാൻ. നെയ്യ് ഇട്ട് തന്നെ. ഇനി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുവാണേ. നെയ്യുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഉള്ളി മാത്രമല്ലേ, ഉള്ളി മാത്രം പൊരിച്ചത് വറുത്ത് കോരി വെച്ചതാണിത്. അത് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുവാണേ. ചോറിനകത്തേക്ക് ലേശം സ്പ്രിംഗ് ഒനിയനും കൂടി ഇടുവാണ്. ഉള്ളിയുടെ തണ്ട് അരിഞ്ഞത്. ഇപ്പോൾ നമ്മളുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളിയാണ്. ലൈക്കും കമൻറ്റും ഒക്കെ തരണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.